കുഞ്ഞിൻ്റെ രക്ഷിതാക്കളുടെ പരാതി സ്കാൻ ചെയ്തപ്പം ഇതൊന്നും ഡോക്ടർമാരാരും പറഞ്ഞില്ല എന്നുള്ളതാണ്. അതിനകത്ത് എന്തെങ്കിലും അതെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ആകെ അനോമലി അല്ലെങ്കിൽ വൈകല്യം എന്ന് പറഞ്ഞത് കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരുന്നു. അതിൻ്റെ സ്ഥിരമായി കാണുന്ന കാരണങ്ങളെല്ലാം ഞാൻ പലവട്ടം നോക്കി, സാധാരണ ചെയ്യുന്നതിനാൽ അധികം സമയമെടുത്ത് നോക്കി. എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് വളരെ റെയറായിട്ട് കാണുന്ന സാധനങ്ങളാണ്. അതും 2D അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിൻ്റെയാണ്. മുഖത്തിൻ്റെ 2D വെച്ച് നമുക്ക് കണ്ണുണ്ടോ, കണ്ണുണ്ട്, ചെവിയുണ്ടോ, ചെവിയുണ്ട്, ചുണ്ടുണ്ടോ, അതായത് ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, നാസൽ ബോൺസ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം അകൽച്ച, അതായത് കൂടുതലായിട്ട് അകന്നിരിക്കുന്നു, അതായത് ചെവി താഴെയാണ്. ഇതൊന്നും നമുക്ക് 2D അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്താലാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കൊരു പരിധി വരെ 4D അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പേഷ്യൻ്റ് വളരെ ഒബീസായിരുന്നു, അതായത് വയറിൻ്റെ കട്ടി ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് 4D വെച്ചാലും നമുക്ക് അത്രയും ക്ലാരിറ്റി ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ഫ്ലൂയിഡ് ഇത്രയും പരിധിയിലധികം കൂടുതലാണ് നമ്മൾ എഴുതിയിട്ടും അത് ഫർദർ ഇവാലുവേഷൻ, അതെന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് 4D അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളല്ല, അത് അവരെ കാണിക്കുന്ന ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. ശരി, ലാബിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമാണ് അല്ലേ, അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു കാര്യം പറയുകയാണ്.